അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നാട്ടിലെത്തിയതിൻ്റെ പിറ്റേന്ന് ഫസ്റ്റ് തന്നെ പോയത് നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ സിസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പം പക്ഷേ സിസ്റ്റെല്ലാം പോയി, അപ്പൻഡിക്സിൻ്റെ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കാനിങ്ങിനെല്ലാം പോയി വന്ന ശേഷം ഉള്ള എല്ലാവരുടെ എക്സ്പ്രഷനാണിത്. എല്ലാവർക്കും വിശന്ന് പണ്ടാരടങ്ങി. 4 മണിയെങ്ങാനുമായി എല്ലാം കഴിയുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. എല്ലാരും നല്ല സുന്ദരന്മാരെ വെളുത്തിട്ട് അപമാനിക്കലാണ് ഇവരെല്ലാം മെയിൻ. ഇത് സായിയേട്ടൻ്റെ മാമൻ്റെ മോനും പിന്നെ ഏട്ടൻ്റെ മോളുമാണ്. നമ്മളെല്ലാവരും കൂടിയാൽ പിന്നെ ഭയങ്കര വൈബാണ് കേട്ടോ. എല്ലാവരും നമ്മളായാലും ഏട്ടനും ഏട്ടത്തി ആയാലും പിന്നെ എൻ്റെ ഏച്ചി ആയാലും ഏട്ടനായാലും എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ്. ഒന്നുപോലും നേരെ ഉണ്ടായില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതെല്ലാം കാഞ്ഞങ്ങാടാണ് കേട്ടോ സ്ഥലം. ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ മുമ്പും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പറയും പണ്ട് കല്യാണ കേസിലല്ലോ പോലെ. സാധാരണ ഇവരൊന്നും ഇങ്ങനെ വീഡിയോക്ക് നിന്ന് തരലില്ല, പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു ചേച്ചിയുടെ നിന്ന് ലോട്ടറി വാങ്ങി അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വാച്ച് ശരിയാക്കാനുണ്ടായിന്, ബേക്കറി വാങ്ങാനുണ്ടായിന്. പിന്നെ നമ്മൾ നേരെ മീൻ മാർക്കറ്റിലേക്കാണ് പോയത്. കാഞ്ഞങ്ങാട് വന്നാൽ മീൻ മാർക്കറ്റിന് മീൻ മേടിക്കാതെ നമ്മൾ പോയില്ല. പിന്നെ 2 ദിവസത്തേക്കുള്ള മീനെല്ലാം മേടിച്ചു. ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഹരിതാപവും പച്ചപ്പും എല്ലാം കണ്ട് വീട്ടിലേക്ക് വിട്ടു. നമ്മൾ പൊന്നൂട്ടനെ കൂട്ടാതെ കേട്ടോ വന്നത്. 2 ദിവസമായിട്ട് പൊന്നൂട്ടൻ അംഗൻവാടി പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചു വന്ന റിയാക്ഷനായത്.